ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നത്? എത്ര ദിവസങ്ങളാണ് അയാൾ ഇവരുടെ പീഡനത്തിനിരയാകേണ്ടി വന്നത്? കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ളതുപോലെ പാർട്ടി ഗ്രാമങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവര് ഹോസ്റ്റലുകളെ വിനിയോഗിക്കുകയാണ്. അവിടെ ഭരണഘടനക്കല്ല പ്രാധാന്യം, അവിടെ പോലീസും കോടതിയുമല്ല, അവിടെ ഈ ഹോസ്റ്റലിലെ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാക്കുന്ന അലിഖിത നിയമങ്ങൾ, ആ നിയമങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ സോഷ്യലിസമില്ല, അതിൽ ജനാധിപത്യമില്ല, അതിൽ മതേതരത്വമില്ല. അതുകൊണ്ട് SFIയുടെ കൊടിയിലെ ആ 3 വാചകങ്ങളും വായിച്ചിട്ട് അവിടെ വെറും വിജയൻ എന്ന് എഴുതി വെക്കുന്നതായിരിക്കും ഇനി നല്ലതെന്ന് പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ക്രിമിനൽ മനോഭാവമാണ് ആകെ വെച്ച് പുലർത്തുന്നത്. ഇവര് നേതാക്കന്മാരെ സൃഷ്ടിക്കാനല്ല പ്രസിഡന്റ് SFI ഉപയോഗിക്കുന്നത്. ഇവര് ഭാവിയിലെ നേതാക്കന്മാരെ സൃഷ്ടിക്കാനല്ല SFI ഉപയോഗിക്കുന്നത്. അവർ SFI ഉപയോഗിക്കുന്നത് കൊടിസുനിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഒരു കൊടിസുനി അകത്താണെങ്കിൽ അനേകം കൊടിസുനിമാർ, ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, അവരെ ബഡ്ഡിങ് ചെയ്ത് നടത്തുന്ന, അവരെ ക്രിയേറ്റ് ചെയ്യുന്ന, അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി, കൊടിസുനിമാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി SFIയെ ഇപ്പോഴത്തെ നേതൃത്വം കൊണ്ടു നടക്കുകയാണ്. ക്രിമിനലുകളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഉരിയാടാൻ, ഒന്ന് മൗനം വെടിയാൻ, ഒരു പ്രതികരണം നടത്താൻ, ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വാചകമൊന്ന് പറയാൻ, നിങ്ങൾ പത്രക്കാരെ കണ്ട് ഒരു പ്രതിഷേധമൊന്ന് രേഖപ്പെടുത്താൻ, അതുമല്ലെങ്കിൽ ഈ നാട്ടിലെ ഈ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ആ വീട് വരെ ഒന്ന് പോയിട്ട് ആ അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാൻ, ആ അച്ഛന്റെ കൈ ഒന്ന് പിടിക്കാൻ പിണറായി വിജയന് മനസ്സില്ല. അയാളുടെ മുമ്പിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അയാളുടെ മുമ്പിലുള്ള പ്രശ്നം മരപ്പട്ടിയുടെ മൂത്രം അയാളുടെ വെള്ളത്തിലും തുണിയിലും വീഴുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നതിനേക്കാൾ തടയേണ്ടത് മനുഷ്യന്റെ രക്തം ചിന്തുന്നതാണ് എന്ന് ഭരണാധികാരി, ഭരണകൂടത്തിന് എപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത്? ഈ സ്വഭാവവും നടപടികളൊക്കെ ഉള്ള ഒരു ഭരണകൂടം വേറെയുണ്ട്. ആ ഭരണകൂടം 56 ഇഞ്ചിന്റെ അവകാശവാദങ്ങളുമായി ഇതുപോലെ പോക്സോ കേസിലെ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിച്ചു പിടിക്കാൻ സാക്ഷി മാലിക്കിനെ പോലെ ഒരു ഒളിമ്പിനെ പോലും തള്ളി പറയാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടം അവിടെയുണ്ട്. അതിന്റെ കാർബൺ കോപ്പിയാണ്, അതിന്റെ മലയാള പരിഭാഷയാണ് നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ മലയാള പരിഭാഷയുടെ പേരാണ് പിണറായി വിജയന്റെ ഭരണകൂടം എന്നുള്ളത്. ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നു. ജസ്റ്റിഫിക്കേഷനുമില്ല. ഈ ഗുണ്ടാ സംഘങ്ങൾ ഇതിനു മുമ്പും അവിടെ ആൾക്കൂട്ട വിചാരണകൾ നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ മൃതപ്രായരാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ വിചാരണ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കേരളത്തിന്റെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന്റെ വേദിയിൽ, നിരാഹാര സമരത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, അങ്ങനെ ജനാധിപത്യം കടന്നു ചെല്ലാത്ത ഇരുട്ടറകളെ മുഴുവൻ ഇവരുടെ അലിഖിത നിയമത്തിന്റെ വാഴ്ചയിൽ കേരളത്തിലെ കുട്ടികളുടെ ജീവനെടുക്കുന്ന ഇവരുടെ ഇരുട്ടറകളെ നമ്മൾ പൊളിച്ചടക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട എന്ന് ഈ സമരവേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുലും ജബിയും മലോഷിയും നയിക്കുന്ന ഈ സമരം അത് ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മൾ കണ്ടു ഈ പോരാട്ടത്തിന് റിസൾട്ടുകൾ ഉണ്ടായി വരുന്നത്. സ്റ്റുഡൻസ് ഡീൻ എന്ന ഓമന പേരിൽ ഒരു ലോക്കൽ കമ്മി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരല്ല, അവരെ സുരക്ഷ ഉറപ്പുവരുത്തുന്നവരല്ല, ഹോസ്റ്റലിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്നവരല്ല. നേരെ മറിച്ച് എന്താ, എനിക്ക് സെക്യൂരിറ്റി പണിയാണോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. പ്രസിഡന്റ് ഒരു സങ്കടം അയാളുടെ മുഖത്തില്ല, ഒരു കുറ്റബോധമല്ല. അയാൾക്ക് കേരളമാണ് ചിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി പണിയാണെന്ന് ചോദിച്ചിട്ട് ചിരിക്കുക. 21 വയസ്സുള്ള ഒരു കുട്ടി തന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ട് വാക്കിലോ പ്രവൃത്തിയിലോ മുഖത്തോ ഒരു പ്രയാസമെങ്കിലും അനുഭവപ്പെടാത്ത ക്രൂരന്മാർ ഈ ക്യാമ്പസുകളിൽ ഇവരുടെ രാഷ്ട്രീയ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമുക്ക് ജീവനുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പോലീസിനെ പറ്റിയും ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ പോലീസ്, ആ പിണറായി വിജയൻ അടിമപ്പണി ചെയ്താലെങ്കിലും ശമ്പളം കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് കോരമംഗലത്ത് മാത്യു കൊഴുനാടനെയും മുഹമ്മദ് സിയാസിന്റെയും നേരെ ഈ അതിക്രമം കാണിച്ചത്. ഈ കുട്ടിക്ക് 10-18 മുറിവുകൾ ഉണ്ടായിട്ട്, അവന്റെ നെഞ്ചിലും വയറ്റിലും നെറ്റിയിലും മുഖത്തും നിരവധി മുറിവുകൾ ഉണ്ടായിട്ട് ഈ പോലീസ് ഒന്ന് നടപടിയെടുത്തു. അവര് നമ്മളുടെ കാര്യങ്ങൾ അറിയിച്ചോ? ഇത് കേവലം ഒരു ആത്മഹത്യയല്ല എന്നുള്ള കാര്യം പോലും അവര് മറച്ചു വെച്ചു.
അതേസമയം ഒരു ജനകീയ സമരത്തിന് ഇറങ്ങിയ ആളുകളുടെ കാര്യം വരുമ്പോ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ തിടുക്കമാണ്. സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് സ്ലോ മോഷൻ. മാത്യു കൊൾനാടനെയും ഷിയാസിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ, രാഹുൽ മാങ്കുട്ടത്തിലെ പുലർച്ചെ വീട്ടിൽ അറസ്റ്റ് ചെയ്യുമ്പോ അപ്പൊ പോലീസിന് ഫാസ്റ്റ് ഫോർവേഡ്. പോലീസിനോട് ഒരു കാര്യം പറയുന്നു, ഖജനാവിന്ന് ശമ്പളം കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ്. ഇനി ശമ്പളം വാങ്ങണമെങ്കിൽ AKG സെന്ററിലെ റെഡ് വളണ്ടിയർ പണിയെടുക്കണം. കാക്കിയിട്ടിട്ട് CPM ഗുണ്ടകളുടെ പണിയെടുത്താൽ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെയും ഒരു രാജാവിന്റെയും മുമ്പിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുത്തരെ ഒട്ട് പേടിക്കുന്നുമില്ല. പറയേണ്ടത് പറയും, ചോദ്യം ചെയ്യേണ്ടത് ചോദിക്കും, തെരുവിൽ സമരം നടത്തേണ്ടപ്പോൾ നടത്തും, തടയേണ്ടപ്പോ തടയും. ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിനും വേണ്ട. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSUം ഈ പ്രസ്ഥാനവും ഒരുമിച്ച് പറയുന്നു, ഈ ഭരണത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന സകല പേക്കൂത്തുകളെയും ഞങ്ങൾ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രസിഡന്റ് ഇപ്പോ ഒരു അന്വേഷണ സമിതിയെ വെച്ചിരിക്കുക. എന്നിട്ട് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇവർ കൊടുത്തിരിക്കുന്ന സമയം 3 മാസം. അണ്ണാ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകം നടന്ന് ഈ സമരം മുഴുവൻ നടത്തി പ്രഷറും ചെലുത്തിയിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തന്നാ മതി എന്നുള്ളത്. എന്തായാലും ഈ ദുർഭരണത്തെ അതിന് കെട്ടുകെട്ടിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വനാതിർത്തിയിൽ പോയാൽ ആന കൊല്ലും, നാട്ടിലാണെങ്കിൽ നാട്ടാന കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ കാട്ടുപോത്ത് കൊല്ലാൻ വരുന്നു. പുറത്താണെങ്കിൽ പോലീസിന്റെ ഗുണ്ടായുസം. കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ നമ്മുടെ SFIയും നാട്ടിലെ ജീവിതം ദുസ്സഹമാക്കിയ ഈ ഭരണകൂടത്തെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. ഈ സമരവേദിയിൽ വന്ന മുഴുവൻ ആളുകൾക്കും സമരാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സമര ഭടന്മാരോട്, പ്രിയപ്പെട്ട രാഹുലും ജബിയും അലോഷിയും ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരത്തിന്, ഈ പോരാട്ടത്തിന് മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ആ അമ്മയുടെ കണ്ണീർ പറ്റാത്ത ആ അമ്മയുടെ മകന് നീതി കിട്ടാൻ വേണ്ടിയാണെന്ന് അറിയാം. നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ആ അച്ഛൻ, പ്രിയപ്പെട്ട എന്റെ മകൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ എന്ന് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ വിലപിച്ചു പോയ ആ ഒരു അച്ഛന്റെ മകന് നീതി കിട്ടാൻ വേണ്ടിയാണെന്നറിയാം. നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കേരളത്തിന്റെ ഹോസ്റ്റലുകളിലുള്ള ഈ ജനാധിപത്യ വിരുദ്ധതയെ അതിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നറിയാം. നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ അവതരിച്ച ക്രിമിനലുകളുടെ ദൈവത്തെ, ആ ദൈവത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ എന്ന TPA ഉൾപ്പെടെയുള്ള ആളുകളെ കൊല്ലുമ്പോ അതിൽ ആഹ്ലാദം കണ്ടെത്തിയ ആളുകളുടെ ആ മനോഭാവത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സമരം, നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് 100% നീതിയുക്തമാണ്. നീതിബോധമുള്ള മലയാളിയുടെ നെഞ്ചിൽ എഴുതി വെക്കുന്ന വാക്കുകളിൽ നിങ്ങൾ ഈ നടത്തുന്ന പോരാട്ടവും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. അതിന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ പേരിൽ, വിദ്യാർത്ഥികളുടെ പേരിൽ, പാലക്കാട്ടെ ജനങ്ങളുടെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങളും സമരാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഈ നിരാഹാര സമരത്തെ പ്രതിഷേധാഗ്നി എന്ന രീതിയിൽ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം UDF മുന്നിൽ കാണുന്നത്. അതിന്റെ ഭാഗമായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എങ്ങനെ പറയാം. ഞാനും റിപ്പോർട്ട് ചെയ്തു, സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും, കുറ്റം പറയും. പരീക്ഷ ഗോവിന്ദ ശരിയല്ലയോ? ഇന്നലത്തെ എഴുതിയിട്ടുണ്ട്, ഇന്നത്തെ പൊട്ടും. സാർ അതിനൊന്നും പഠിക്കും.
അലോഷി സേവിയർ അടക്കമുള്ള 3 പേർ ഇന്ന് 3-ാം ദിവസം അവിടെ നിരാഹാര സമരത്തിലാണ്. അതിന്റെ കാര്യകാരണങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മഹിളാ കോൺഗ്രസുകാരും അമ്മമാരുമായ വനിതകൾക്കും ഒപ്പം ഇവിടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും അറിവുള്ളതാണ്. വളരെ മോഹത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, സ്വപ്നത്തോടുകൂടി ഒരു കുഞ്ഞ് വീട്ടിൽ പിറക്കുമ്പോൾ രക്ഷിതാക്കളുടെ സ്വപ്നം അവനാണ്. അവൻ വളരുമ്പോൾ അവൻ്റെ സ്വപ്നവും വളരുന്നു. അങ്ങനെ വളർന്ന് ഏറെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമകൻ സിദ്ധാർത്ഥ് വളർന്നു വന്നത്. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. ഒപ്പം തന്നെ അവൻ മറ്റ് പ്രവർത്തനങ്ങളിലും അവന് ഫോട്ടോഗ്രാഫി താല്പര്യമുണ്ടായിരുന്നു. ഒപ്പം അവൻ പഠിച്ചു മിടുക്കനായി മെറിറ്റിൽ തന്നെ അഡ്മിഷൻ നേടി. വയനാടാണ് താല്പര്യമുള്ളത്. അങ്ങനെ വയനാട് അഡ്മിഷൻ വാങ്ങിച്ചു. ആദ്യത്തെ വർഷം അവൻ പഠിച്ചു മിടുക്കനായി. 2ാമത്തെ വർഷമായി. കഷ്ടകാലം അവിടെ തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. ആ സർവകലാശാലയുടെ ഹോസ്റ്റലിൽ അവൻ അഡ്മിഷൻ തേടി. ഏറ്റവും മൃഗീയമായി, അതിന് ഏത് വാക്കുപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെല്ലാം പ്രസംഗിച്ചതുപോലെ, പത്രങ്ങളിൽ വിശദീകരിക്കുന്നത് പോലെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതുപോലെ ഏറ്റവും മൃഗീയമായി എന്നതിലപ്പുറത്തേക്കൊരു വാക്ക് അതിനുണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിൽ ബെൽറ്റ് കൊണ്ട് അടിച്ച് ആന്തരാവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നഗ്നനാക്കി നിർത്തിക്കൊണ്ട് വളരെയേറെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഇത് ചെയ്ത് അവനെ മൃഗീയമായി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി. എന്നിട്ട് അത് ആത്മഹത്യയ്ക്ക് വരുത്തി തീർത്തു. കേരള ചരിത്രം